16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം വിലക്കിയ ലോകത്തെ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരുന്നു. 2025 ഡിസംബറിൽ വിലക്ക് നിലവിൽ വന്നു. എന്നാൽ ഈ വിലക്ക് പ്രായോഗികമായില്ല എന്നതാണ് പുറത്തുവന്ന പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയന്ത്രണം നിലവിൽ വന്ന് 3 മാസം പിന്നിട്ടിട്ടും 10-8 കുട്ടികളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെന്നാണ് സർക്കാർ നിയോഗിച്ച ഈ സേഫ്റ്റി സമിതിയുടെ പഠനത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ മേൽ വിവിധ ചർച്ചകൾ രാജ്യത്ത് വ്യാപകമാണ്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. ഈ നിയമം മാതാപിതാക്കളുടെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്നും ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ അടച്ചുപൂട്ടാൻ കാരണമായെന്നും സർക്കാർ വിശദീകരിക്കുന്നു. പൂർണ്ണമായും നടപ്പാക്കാനാകില്ലെങ്കിലും സാമൂഹികമായി ഗുണകരമാണ് എന്ന് വിലയിരുത്തി ഈ വിലക്ക് തുടരാൻ തന്നെയാണ് ഓസ്ട്രേലിയയുടെ നീക്കം. പുതിയ പഠന റിപ്പോർട്ട് വീണ്ടും കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചർച്ച ലോകമാകമാനം സജീവമാക്കുമ്പോൾ എന്താണ് ഈ പഠന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നൽകുന്ന സൂചനകളെന്ന് നമുക്ക് പരിശോധിക്കാം. സൈബർ ലോകത്ത് കുട്ടികൾ ബുള്ളിയിങ്ങിനും മറ്റു പല ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുവെന്നും അത് തടയണമെന്നുമുള്ള തിരിച്ചറിവാണ് ഓസ്ട്രേലിയയിൽ വിലക്കിന് കാരണമായത്. എല്ലാത്തിനും തുടക്കമിട്ടത് ഒരു പുസ്തകമാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജൊനാഥൻ ഹെയ്ഡ് എഴുതിയ ദ ആങ്ഷ്യസ് ജനറേഷൻ. അത് വായിച്ച ഓസ്ട്രേലിയൻ പ്രീമിയറിന്റെ ഭാര്യയാണ് ഇതിലേക്ക് നയിച്ചത്. സൈബർ ലോകത്തെ ചൂഷണങ്ങൾക്ക് വിധേയരായി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ അച്ഛനമ്മമാർ പൂർണ്ണ പിന്തുണ നൽകിയതോടെ വിലക്ക് യാഥാർത്ഥ്യമായി. ടെക് കമ്പനികൾക്കും സ്വകാര്യതാ ലംഘനവാദക്കാർക്കും സ്വതന്ത്രവാദക്കാരും ആദ്യം മുതൽ തന്നെ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു. നടപ്പാക്കാൻ പ്രയാസമെന്നാണ് കമ്പനികളുടെ ആദ്യത്തെ തടസ്സവാദം. സർക്കാരിനെ സ്വാധീനിക്കാൻ പലരും അണിയറയിൽ ലോബിയിങ് നടത്തി. കുട്ടികൾ വേറെ വഴികൾ സ്വീകരിച്ചാൽ ഇപ്പോഴുള്ള നിയന്ത്രണം പോലും ഇല്ലാതെയാവുമെന്നും എതിർക്കുന്നവർ വാദിച്ചു. എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് വിലക്ക് നിലവിൽ വന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ്, റെഡിറ്റ് അങ്ങനെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിച്ചു. യൂട്യൂബ് കിഡ്സും വാട്സപ്പും ഗൂഗിൾ ക്ലാസ് റൂമും ഒഴിവാക്കി. നിയന്ത്രണം വന്ന് 3 മാസം പിന്നിട്ടപ്പോൾ നടന്ന പഠനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിയന്ത്രണം നിലവിൽ വന്ന് 3 മാസം പിന്നിട്ടിട്ടും 10-8 കുട്ടികളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെന്ന് സർക്കാർ നിയോഗിച്ച ഈ സേഫ്റ്റി സമിതിയുടെ പഠനത്തിൽ കണ്ടെത്തി. 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 80% പേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടെത്തൽ. വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന 16 വയസ്സിന് താഴെയുള്ളവരിൽ ഭൂരിഭാഗത്തിനും 3 മാസത്തിന് ശേഷവും അക്കൗണ്ടുകൾ നിലനിർത്താനോ പുതിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനോ കഴിഞ്ഞിരുന്നു. ഫലപ്രദമായ പ്രായപരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പരാജയമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഈ സേഫ്റ്റി വ്യക്തമാക്കി. അക്കൗണ്ടുകൾ നിലനിർത്തിയ കുട്ടികളിൽ ഏകദേശം പകുതി പേർ പറഞ്ഞത് പ്ലാറ്റ്ഫോമുകൾ അവരുടെ പ്രായം പരിശോധിച്ചില്ല എന്നതാണ്. മറ്റു ചിലർ അക്കൗണ്ടിൽ തങ്ങളുടെ പ്രായം 16 വയസ്സിന് മുകളിലായി രേഖപ്പെടുത്തി വിലക്ക് മറികടന്നു. ഏകദേശം 58% കൗമാരക്കാർ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് കണ്ടെത്തി. വിലക്കിന് മുൻപ് ഇത് ഏകദേശം 60%. കായിക പ്രവർത്തനങ്ങൾ, കല, സംഗീതം, സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം ചെലവഴിക്കുന്ന സമയം, സമൂഹ പരിപാടികളിലെ പങ്കാളിത്തം എന്നിവയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. പ്രായപരിശോധനാ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ ടെക് കമ്പനികൾ പരാജയപ്പെട്ടതും കുട്ടികൾ തെറ്റായ പ്രായം രേഖപ്പെടുത്തി അക്കൗണ്ടുകൾ ഉപയോഗിച്ചതുമാണ് പ്രധാന കാരണങ്ങളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസംബറിൽ വിലക്ക് വന്ന് ജനുവരി 16 വരെയുള്ള കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിലെ കുട്ടികളുടേതെന്ന് കരുതിയ ഏകദേശം 47 ലക്ഷം അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം സോഷ്യൽ മീഡിയ കമ്പനികൾ തടഞ്ഞതായി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് പുതിയ അക്കൗണ്ടുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായാണ് പഠനം വ്യക്തമാക്കുന്നത്. പുതിയ കണ്ടെത്തലുകളോട് ഓസ്ട്രേലിയൻ സർക്കാർ എങ്ങനെ പ്രതികരിച്ചു എന്നത് നോക്കാം. ഓസ്ട്രേലിയയുടെ ഉത്പാദനക്ഷമത വകുപ്പ് സഹമന്ത്രി ആൻഡ്രൂ ലീ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള രാജ്യത്തെ ചർച്ചകളെ ഈ വിലക്ക് മാറ്റിമറിച്ചു എന്നാണ്. മാതാപിതാക്കൾക്കിടയിലെ ചർച്ചകളിൽ ഈ വിലക്ക് വലിയ മാറ്റം കൊണ്ടുവന്നു എന്ന് ലീ പറയുന്നു. ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 100% റിസൾട്ട് ഉണ്ടാകുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി നിയമങ്ങളിലും 100% റിസൾട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ അത് അനാവശ്യമാണ്. അതുപോലെ തന്നെ സമൂഹ മാധ്യമ നിയന്ത്രണവും അനിവാര്യമെന്നാണ് ലീ ചൂണ്ടിക്കാട്ടുന്നത്. പിന്തുടരാൻ മറ്റു രാഷ്ട്രങ്ങളും ഓസ്ട്രേലിയയുടെ വഴിയേ തന്നെയുണ്ട്. ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു.
ഓസ്ട്രേലിയയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് പ്രചോദനമാണെന്നും ഇന്ത്യ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണെന്നും മോദി പറഞ്ഞു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രശംസ. ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ മറ്റു ചില രാജ്യങ്ങളും സമാനമായ വിലക്കുകൾ ആലോചിക്കുകയാണ്. UK-യിൽ ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 2027 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്കേർപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിടുകയാണ്. വാട്സാപ്പ്, സിഗ്നൽ പോലുള്ള സന്ദേശമയക്കൽ സേവനങ്ങൾ, വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, ഇ-കൊമേഴ്സ് സേവനങ്ങൾ എന്നിവ ഇതിൽ നിന്ന് ഒഴിവാക്കും. 2025 നവംബറിൽ ഡെൻമാർക്ക് സർക്കാർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർലമെന്റിലെ ഭൂരിപക്ഷം പിന്തുണയും ഇതിന് ലഭിച്ചു. ഈ നിയമം ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. മലേഷ്യയും 16 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ നിരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയോക്കോസ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാനുള്ള പദ്ധതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ 2027 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. സോഷ്യൽ മീഡിയയ്ക്കപ്പുറം AI ഉയർത്തുന്ന പുതിയ ഭീഷണികളുമുണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ജനറേറ്റീവ് AI സംവിധാനങ്ങൾ അക്രമപരമോ ലൈംഗിക സ്വഭാവമുള്ളതോ ആയ വീഡിയോകൾ പോലുള്ള ഹാനികരമായ ഉള്ളടക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുണിസെഫ് 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച കുട്ടികളുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൽ ഓൺലൈൻ ലൈംഗിക ചൂഷണത്തിനും ഡീപ് ഫേക്ക് ദുരുപയോഗത്തിനും AI ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്ക കുട്ടികൾ തന്നെ പ്രകടിപ്പിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. വിലക്ക് തുടരാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനത്തിനാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത്. ഓസ്ട്രേലിയയുടെ ഇ-സേഫ്റ്റി കമ്മീഷണർ പറഞ്ഞത് ഇത് ഒരു ഒറ്റത്തവണ നടപടിയല്ല, ദീർഘകാല സാംസ്കാരിക മാറ്റത്തിന്റെ തുടക്കമെന്നാണ്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറവ് എത്ര വേഗത്തിൽ സംഭവിക്കണമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിയമത്തിന്റെ നടപ്പാക്കൽ കാലക്രമേണ മെച്ചപ്പെടുമെന്നും കൂടുതൽ ഫലപ്രദമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനികൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 16 വയസ്സിന് മുൻപ് സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഇല്ലാത്തത് സാധാരണ കാര്യമായി ഭാവിയിൽ മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ 15 വയസ്സുകാരിൽ മാത്രം ഈ നിയമത്തിന്റെ ഫലം വിലയിരുത്താൻ കഴിയില്ല. ഇപ്പോൾ 10 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളുടെ ബാല്യത്തെ എങ്ങനെ മാറ്റുന്നു ഈ നിയമം എന്നതാണ് പ്രധാനം എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഓസ്ട്രേലിയയുടെ സോഷ്യൽ മീഡിയ നിയമം വെറും 3 മാസത്തെ വിലയിരുത്തലിലൂടെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കരുതാനാകില്ല. ഇതിനകം ലക്ഷക്കണക്കിന് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ചിലർ ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കുന്ന പ്രായപരിശോധനാ സാങ്കേതിക വിദ്യകൾ വളരുന്നുണ്ട്. കമ്പനികൾ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുന്നുമുണ്ട്. ഓസ്ട്രേലിയയുടെ തീരുമാനം ലോകമെമ്പാടും ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, അതൊരു ദീർഘകാല പ്രക്രിയയാണ്. പൂർണ്ണമായ ഫലമറിയാൻ വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ആദ്യ സൂചനകൾ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെ ലോകത്ത് തന്നെ ഓസ്ട്രേലിയ ഒരു മാതൃക സൃഷ്ടിച്ചു എന്ന് പറയാം. നമ്മളിലും പലർ ആലോചിക്കില്ലേ, കുട്ടികളോട് ഒരു ദിവസമെങ്കിലും ഫോൺ മാറ്റിവെക്കാൻ പറയാത്ത ദിവസമുണ്ടാവുമോ നമുക്ക്? നിയമം ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി ആശ്വാസം നൽകുന്നതാകും. അതൊരു നിയമമായി നിലനിൽക്കുമ്പോൾ നേരത്തെ ഓസ്ട്രേലിയയിലെ മന്ത്രി ലീ തന്നെ സൂചിപ്പിച്ചതുപോലെ മദ്യം പ്രായപരിധി വെച്ച് നിരോധിക്കുന്നതിന്റെ ഗുണങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും എന്ന സൂചനകളാണ്. പക്ഷേ പേരൻസ് മൊബൈൽ മാറ്റിവെച്ചിട്ട് വേണമല്ലോ പറയാനെന്ന് ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും ഈ നിയമം ഭാവിയിൽ ഗുണപരമാകും എന്നതാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.